നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഐശ്വര്യ സമൃദ്ധി ഈ നാളുകാരുടെ ജീവിതത്തിൽ എത്തുന്നു. സൗഭാഗ്യ സമൃദ്ധി ഒന്നുകൊണ്ട് മാത്രം ഇവരുടെ ജീവിതം രക്ഷപ്പെടും. കാരണം ഈശ്വരാധീനം ഇവരുടെ കൂടെയാണ്. ഈശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവരുടെ കൂടെ വന്നു ചേരുന്നു. അതിലൂടെ ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടും. സാമ്പത്തിക ഉയർച്ച വന്നു ചേരും. അനുകൂലമായ ഘടകങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും ഇവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന സമയമാണ്. സമയം അനുകൂലമാകുന്നു, സമയദോഷമൊക്കെ മാറുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതിലൂടെ എല്ലാ വിധത്തിലുള്ള മഹാഭാഗ്യങ്ങളും ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാ നേട്ടങ്ങളും ഇവരുടെ കൂടെയാണ്. ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വലിയ ഭാഗ്യമാണ് ഈ കുടുംബത്തിൽ വരാൻ പോകുന്നത്. സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സാധിക്കുകയും സമ്പത്ത് കുമിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഐശ്വര്യസമ്പൂർണമായ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും വന്നു ചേരുന്നു. ഈശ്വരാധീനം ഇവരെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നു. സാമ്പത്തിക ഭദ്രത ഇവർക്ക് വന്നു ചേരും. രാജയോഗ സമാനമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയം. ജീവിതത്തിലെ അപൂർവ നിമിഷം തന്നെയാണ്. അനുകൂലമായ ഒട്ടേറെ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട് തൊഴിൽ അത്യുന്നതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. തൊഴിൽപരമായിട്ട് ഒട്ടേറെ സാമ്പത്തിക ഭദ്രത, സാമ്പത്തിക നേട്ടം ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാ വിധത്തിലും കുതിച്ചുയരാനുള്ള അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സാമ്പത്തിക മുന്നേറ്റം ഒക്കെ ലഭിക്കുന്നു. ഇവർക്ക് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദേശത്ത് നല്ലൊരു ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. എല്ലാ വിധത്തിലുള്ള ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്കും മഹാഭാഗ്യം തന്നെയാണ്. ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈശ്വരാധീനം വളരെയധികം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ഇവർ കുടുംബക്ഷേത്ര ദർശനം നടത്തുക, ധർമ്മദേവത പ്രീതി വരുത്തുക. കുടുംബക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ദർശനം നടത്തുകയും ഇഷ്ട വഴിപാടുകൾ, യഥാശക്തി വഴിപാടുകൾ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ, ഭാഗ്യ നേട്ടങ്ങൾ, ഭാഗ്യം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ തൊടുന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതം പാടെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്നു. ഇവർ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. ജീവിതം ഒന്നാകെ മാറി മറിയുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ ഇവർക്ക് സാധ്യമാകുന്ന സമയമാണ്. കടബാധ്യത, സാമ്പത്തിക ഞെരുക്കം, സാമ്പത്തിക പരാധീനതകളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക്, കടം കുമിഞ്ഞുകൂടിയ ആളുകൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന അനുകൂലമായ സമയം വെച്ചുകൊണ്ട് ആ കടങ്ങൾ വീട്ടുന്നതിനും പൂർണ്ണതോതിൽ കടങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും സാമ്പത്തിക ഉയർച്ചകൾ വന്നു ചേരുന്നതിനും ഇവർക്ക് സാധിക്കുന്നു. ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്.
അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും ഈശ്വരാധീനം വലിയ തോതിൽ തന്നെ ഉണ്ടാക്കുന്നു. സർവ വിധത്തിലും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. നേട്ടങ്ങളുടെ വലിയൊരു കാലം തന്നെയാണ്, മഹാഭാഗ്യം തന്നെയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് നല്ലൊരു ബന്ധം ലഭിക്കുന്നതിനും ദാമ്പത്യ സൗഖ്യം ഒന്നുചേരുന്നതിനുമുള്ള സമയം തന്നെയാണ് എത്തിയിരിക്കുന്നത്. ദമ്പതികൾ തമ്മിലുള്ള സ്വരച്ചേർച്ച ദൃഢമാകുന്ന ഒരു സമയമാണ്. സന്താന സൗഭാഗ്യമൊക്കെ ലഭിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. കുടുംബത്തിൽ ആകെപ്പാടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാരുടെ ഉയർച്ച കൊണ്ട് മാത്രം കുടുംബത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. വളരെ നാളുകളായി മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന ആളുകളാണ് അത്തം നക്ഷത്രക്കാർ. ഇവർക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും ജീവിതം പാടെ മാറുന്നു. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. നേട്ടങ്ങൾ ഒരുപിടിയാണ് വന്നു ചേരുന്നത്. തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ഇവർക്ക് വന്നു ചേരുന്നു. സമ്പത്ത് കുവിഞ്ഞുകൂടുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത്. മഹാഭാഗ്യം, മഹൈശ്വര്യം ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെയാണ്. ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനുള്ള ഏറ്റവും അനുകൂലമായ ഒരു സമയം വന്നു ചേർന്നു. വിദേശ രാജ്യത്ത് ഇഷ്ട തൊഴിൽ ലഭിക്കുന്നതിനും ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാമ്പത്തിക ഭദ്രത ലഭിക്കുന്നതിനും സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് എത്തിയിരിക്കുന്നത്. മികച്ച അവസരങ്ങൾ ഇവരുടെ കൺമുന്നിൽ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രം തന്നെയാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് എത്തിയിരിക്കുന്നത്. മികച്ച അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് ധനയോഗമാണ്. എല്ലാ വിധത്തിലും ധനം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും. പല വിധത്തിലാണ് ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത വന്നു ചേർന്ന മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ലോട്ടറി അടിക്കുന്ന അവസരം പോലും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മഹാഭാഗ്യം, മഹൈശ്വര്യം ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്തുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും ലോട്ടറി ഭാഗ്യമുണ്ട്. എല്ലാ വിധത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ഭദ്രത ഇവർക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. വിദേശവാസത്തിനും ഏറ്റവും അനുകൂലമായ സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ വിധത്തിലും ഉയർച്ചകളും നേട്ടങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. ഇവർക്ക് കോടീശ്വര യോഗം വരെ വന്നു ചേരാനുള്ള അവസരങ്ങൾ തെളിഞ്ഞു കത്തുന്ന സമയമാണ്. എല്ലാ വിധത്തിലും നേട്ടങ്ങൾ, എല്ലാ വിധത്തിലും ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാർക്കും ധനയോഗം തന്നെയാണ്. സാമ്പത്തിക ഉയർച്ചകൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. സമ്പന്ന യോഗത്തിലേക്ക് എത്തുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഈ നക്ഷത്രക്കാർ. എല്ലാ വിധത്തിലും ഉയർച്ചകൾ വന്നു ചേരുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.